ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടതിലേക്ക് ധാരാളം ഷിപ്പുകളാണ് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടും ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ടും വന്നു പോകുന്നത്. ഇപ്പോൾ പോർട്ടിനകത്തുള്ള MSC ടവഷി ഏതാണ്ട് 11ാമത്തെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വന്ന ഷിപ്പാണ്. അതൊരു ഫീഡർ വെസലാണ്. നമുക്ക് ആ ഷിപ്പിൻ്റെ വീഡിയോ എടുക്കാനായി സാധിച്ചില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാരണം എനിക്ക് വീഡിയോ എടുക്കാനായി സാധിച്ചില്ല. എന്നാൽ ആ ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഷിപ്പിൻ്റെ നീളം 278 മീറ്ററും ബെർത്ത് 40 മീറ്ററും മാക്സിമം ഡെപ്ത് 24.3 മീറ്ററും മാക്സിമം ഡ്രാഫ്റ്റ് 14 മീറ്ററുമാണ്. ഇപ്പോൾ നമ്മൾ ഈ മാക്സിമം ലെന്ത് 278 എന്ന് പറയുന്നത് ഇതിനെ LOA എന്നാണ് പറയുന്നത്. ഓവറാൾ ലെന്ത് അതാണ് പറയുന്നത്. ഈ ബെർത്തിന് പകരം നിലവിൽ ഈ പറയുന്ന ബീം എന്നാണ് പറയുന്നത്. അതാണ് ബെർത്ത് അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത് 40 മീറ്റർ. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 5468 TUV ആണ് നമ്മുടെ MSC ടവഷിയുടെ. കൂടുതൽ ഡീറ്റെയിൽ ഷിപ്പ് നിർമ്മിച്ചിട്ടുള്ളത് 21/9/2020 നിർമ്മിച്ച ഷിപ്പാണ് MSC ടവഷി. MSC ടവഷി ഇപ്പോൾ നിലവിലുള്ളത് ഞാൻ കറക്റ്റായിട്ട് സ്റ്റാറ്റസ് കാണിച്ചു. ടവഷിയുടെ സ്റ്റാറ്റസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് ഷിപ്പ് മൂറിങ്ങിൽ നിന്ന് കണ്ടെയ്നർ ലോഡിംഗ് ചെയ്യുകയായിരിക്കാം. ഇതാണ് നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിൽ. ഇനി നമുക്ക് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് മത്സരയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഷിപ്പുകൾ വരുന്നുണ്ട്. ആ ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആദ്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് MSCയുടെ തന്നെ ക്യാപ്ടൗൺ 3 എന്ന് പറയുന്ന ഷിപ്പാണ്. ഇപ്പോൾ ക്യാപ്ടൗൺ 3 ഉള്ളത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ പറയുന്ന കുളച്ചൽ ബോവാർ നാഗർകോവിൽ കഴിഞ്ഞ് ഷിപ്പ് ഈ പൂവാറും കുളച്ചലിൻ്റെ ഇടയ്ക്കുള്ള പ്ലേസിലാണ് ഇപ്പോൾ MSC ക്യാപ്ടൗൺ 3 എന്ന് പറയുന്ന ഷിപ്പുള്ളത്. നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് വളരെ കുറവ് തന്നെയാണ്. കാരണം ഇപ്പോൾ പോർട്ടിൻ്റെ പുറത്ത് ഏതാണ്ട് എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ആങ്കറിങ് മോഡലോ ഡ്രിഫ്റ്റിംഗ് മോഡലോ സാധാരണ ഷിപ്പ് വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഷിപ്പുള്ളത്. സ്പീഡ് 7.9 നോട്ടിക്കൽ സ്പീഡ് തന്നെയാണ്. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 19/9/2024 7:30 PM ആണ്. ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് ഇപ്പോൾ 9.2 മീറ്ററാണ്. ഇതാണ് നമുക്ക് ഈ ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ. ഇനി നമുക്ക് ഷിപ്പ് ഏത് പോർട്ടിൽ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അവസാനമായി വന്ന പോർട്ട് കൊളംബോ പോർട്ടിൽ നിന്നാണ് നമുക്ക് വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്ക് വന്നത്. അതിന് മുമ്പേ വന്ന പോർട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗുജറാത്തിലെ നമ്മൾ ഈ കാണുന്ന മുണ്ട്ര പോർട്ടിൽ നിന്ന് കൊളംബോ പോർട്ടിലേക്ക് വന്നു. അതിനുശേഷം നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിലേക്കാണ് ഈ ഷിപ്പ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് പോർട്ടിനകത്ത് പ്രവേശിക്കുന്നത് ഇതുവരെ കറക്റ്റ് സമയമായിട്ടില്ല. ആവുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഷിപ്പ് എവിടേക്കാണ് പോകുന്നത് നമുക്കറിയേണ്ടത്. 23/9/2024 നവശേവ പോർട്ടിലേക്കാണ്. അതായത് നമ്മുടെ മുംബൈക്കടുത്തുള്ള നവശേവ പോർട്ടിലാണ് നമ്മുടെ ഈ പറയുന്ന MSC ക്യാപ്ടൗൺ 3 എന്ന് പറയുന്ന കപ്പൽ പോകുന്നത്. ഇതാണ് ആ ഒരു കപ്പലിൻ്റെ ഡീറ്റെയിൽ. ഇനി നമുക്ക് അടുത്ത കപ്പലിലേക്ക് പോയി കഴിഞ്ഞാൽ MSC റോസ് ആണ്. MSC റോസും വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിൻ്റെ അടുത്ത് തന്നെ ഷിപ്പ് എത്തിയിട്ടുണ്ട്. നെറ്റ് കുറച്ച് സ്ലോ ആയത് കാരണമാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ കുറച്ച് സ്ലോ ആവുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഷിപ്പ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ കൊളംബോ പോർട്ട് കടന്ന് നാഗർകോവിൽ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന ഷിപ്പാണ്. നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് സ്പീഡ് 13.7 നോട്ടിക്ക് മേൽ സ്പീഡ് തന്നെയാണ്. അതും 19/9/2024 3:11 PM ആണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMN നമ്പർ 99573559, ഫ്ലാഗ് ലൈബീരിയ തന്നെയാണ്. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 2024, അതായത് ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ്. നമ്മുടെ ഈ വർഷത്തെ ഷിപ്പ് തന്നെയാണ് MSC റോസ്. നിസ്സാരക്കാരനല്ല, ഒരു വലിയൊരു മദർഷിപ്പ് തന്നെയാണ്. ഏതാണ്ട് 364 മീറ്റർ നീളമുള്ള ഷിപ്പാണ്. 51 മീറ്റർ ബർത്ത്, മാക്സിമം ഡെപ്ത് 29.9, മാക്സിമം ഡ്രാഫ്റ്റ് 16 മീറ്ററാണ്. ഏതാണ്ട് 15,600 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ളതും റീഫർ കണ്ടെയ്നർ 1000 TUV കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള കപ്പലാണ് MSC റോസ്. അതായത് ഏറ്റവും പുതിയ ഷിപ്പ്. നിസ്സാരക്കാരനല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തിൽ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് വന്ന സാൻ ഫെർണാണ്ടോയ്ക്കാവട്ടെ ഏതാണ്ട് 300 മീറ്റർ നീളമുണ്ട്. അതിനുശേഷം നമ്മുടെ പോർട്ടിൽ വന്ന ഏറ്റവും വലിയ ഷിപ്പ് എന്ന് പറയുന്നത് MSC ഡയലയായിരുന്നു. 365.8 മീറ്റർ നീളമുള്ള ഷിപ്പ് തന്നെയാണ് MSC ഡയല. ഏതാണ്ട് 14,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയായിരുന്നു MSC ഈ പറയുന്ന ഡയലയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം വന്ന് MSC ഓറിയോൺ ഏതാണ്ട് 15,000 TUV കണ്ടെയ്നർ കപ്പാസിറ്റി 366 മീറ്റർ ലെന്തുമായിരുന്നു. MSC ഓറിയുണ്ട്. അതിനുശേഷം വന്ന ഷിപ്പാണ് MSC കൈലി. ഓരോ പടി മുന്നോട്ട് പോകുന്തോറും
വലിയ വലിയ ഷിപ്പുകളാണ് നമ്മുടെ ഈ പറയുന്ന ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വരുന്നതും ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് ഫീഡർ ബസ്സിലും വരുന്നുണ്ട്. അടുത്ത് വന്ന ഷിപ്പാണ് MSC ഖൈലി ആവട്ടെ, ഏതാണ്ട് 366 മീറ്റർ നീളവും ഏതാണ്ട് ഈ പറഞ്ഞ ബീം വന്നിട്ട് 51.1 മീറ്ററും. പക്ഷേ കണ്ടെയ്നർ കപ്പാസിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം MSC ഓറിയോൺ അപേക്ഷിച്ച് കൂടുതലാണ്. 15,267 കണ്ടെയ്നർ കപ്പാസിറ്റിയും നമ്മുടെ MSC ഓറിയോൺ ആവട്ടെ 15,000 TEU ആയിരുന്നു. അതുമാത്രമല്ല അതിൽ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് എപ്പോഴും പറയുന്ന പോയിന്റ്, അതിൻ്റെ ഡ്രാഫ്റ്റ് 16.5 മീറ്റർ ഡ്രാഫ്റ്റിലാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് പ്രവേശിച്ച് പുറത്തേക്ക് പോയത് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. 16.5 മീറ്ററിലാണ് ഷിപ്പ് പോർട്ടിനകത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷമാണ് നമ്മുടെ ഈ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകളിലൊന്നായ MSC ക്ലൗഡ് ജെറാർഡ് വന്നിരുന്നത്. അതിൻ്റെ ഡ്രാഫ്റ്റ് 16.7 മീറ്റർ ആയിരുന്നു. അപ്പോൾ ആ ഷിപ്പും വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നു പോയി. ഇനിയിപ്പം ഫസ്റ്റ് സ്ഥാനത്തേക്ക് ഷിപ്പുകൾ വരുന്നതിന് മത്സരിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പ് തന്നെ വരേണ്ടി വരും. അത് ക്ലൗഡ് ജെറാർഡിനെ കാട്ടിയും വലിയ ഷിപ്പ് വരേണ്ടി വരും. ഇപ്പോൾ സെക്കൻഡ് സ്ഥാനത്തിലേക്കിലാണ് ഇപ്പോൾ നമ്മുടെ ഷിപ്പുകൾ മത്സരം വയ്ക്കുന്നത്. സെക്കൻഡ് സ്ഥാനമാകുമ്പോൾ നമ്മുടെ MSC ഡൈല, MSC ഓറിയോൺ, MSC ഖൈലി ഇതിനെ അപേക്ഷിച്ച് വലിയ ഷിപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSC റോസ് തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം MSC റോസിനാവട്ടെ ഏതാണ്ട് 364 മീറ്റർ നീളമാണെങ്കിലും കണ്ടെയ്നർ കപ്പാസിറ്റി 15,600 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയാണ്. ഈ ഷിപ്പുകളെ അപേക്ഷിച്ച് 3 ഷിപ്പുകളെ അപേക്ഷിച്ച് കണ്ടെയ്നർ കപ്പാസിറ്റി കൂടിയ ഷിപ്പാണ് MSC ഈ പറയുന്ന റോസ്. നമ്മൾ ഈ പറഞ്ഞ 2 ഷിപ്പുകളാണ്, അതായത് MSC ക്യാപ്ടൗണും MSC റോസുമാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിൽ ഇപ്പോൾ നിലവിൽ പോർട്ടിൻ്റെ പുറത്തേക്ക് ഡ്രിഫ്റ്റിംഗ് മോഡലോ ആങ്കറിംഗ് മോഡലോ എന്ന് പറയാം. ഡ്രിഫ്റ്റിംഗ് മോഡലിൽ തന്നെ ആയിരിക്കും ഈ 2 ഷിപ്പും നിലവിലുള്ളത്. നമുക്ക് ആ പോർട്ടിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഷിപ്പ് കാണാവുന്നതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പോർട്ടിനകത്തുള്ള MSC ടൗഷിയിൽ ഇപ്പോൾ നമ്മുടെ പോർട്ടിനകത്ത് ഡിസ്ചാർജ് കണ്ടെയ്നർ കയറ്റുകയായിരിക്കും, അല്ലെങ്കിൽ ലോഡ് ചെയ്യുകയായിരിക്കും. ഏത് കപ്പലാണ് നമ്മുടെ ഈ പോർട്ടിൻ്റെ പുറത്തുള്ള ക്യാപ്ടൗൺ ആണോ അതോ റോസ് ആണോ, ഏത് ഷിപ്പാണ് ടൗഷി പോയതിനു ശേഷം നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുക എന്നറിയില്ല. നിലവിൽ എന്തെങ്കിലും മാറ്റം, ഈ പറയുന്ന കപ്പലിൻ്റെ ഷെഡ്യൂളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെ അപ്ലോഡ് നൽകുന്നതായിരിക്കും, അല്ലെങ്കിൽ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് ചാർട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള കപ്പലിൻ്റെ ഡീറ്റെയിലൂടെ നമുക്ക് നോക്കാം. അടുത്തായി വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന ഷിപ്പ് MSC പലോമോ എന്ന് പറയുന്ന ഷിപ്പാണ്. ഇപ്പോൾ ഷിപ്പ് പോർട്ടിൽ ബർത്തിലാണ്. ബർത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സിംഗപ്പൂർ പോർട്ടിലാണ് ഷിപ്പ് ബർത്തിലുള്ളത്. നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഷിപ്പിൻ്റെ ഷെഡ്യൂൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 25/9/2024 വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൽ ഷിപ്പ് എത്തും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ IMO നമ്പർ 9964223, ഫ്ലാഗ് ലൈബീരിയ, 2024 നിർമ്മിച്ച ഷിപ്പാണ്. കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 21/8/2024 നിർമ്മിച്ച ഏറ്റവും പുതിയ ഷിപ്പ് തന്നെയാണ് MSC പലോമോ. അതുമാത്രമല്ല, ഷിപ്പിൻ്റെ ഓവറോൾ ലെന്ത് 366 മീറ്ററും ബെർത്ത് 51 മീറ്റർ, മാക്സിമം ഡെപ്ത് 29.9 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 16.9 മീറ്റർ, മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 15,576 TEU. അതുമാത്രമല്ല, റീഫർ കണ്ടെയ്നർ 1000 TEU ശേഷിയുള്ള ഷിപ്പാണ് MSC പലോമോ. അതായത് നിസ്സാരക്കാരനല്ല വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതും. കാരണം ഒരു മദർ ഷിപ്പ് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ഫീഡർ ഷിപ്പ് തന്നെ വരും. കാരണം നിലവിൽ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഷിപ്പ് MSC ടൗഷി എന്ന് പറയുന്നത് ഒരു ഫീഡർ വെസലാണ്. അടുത്ത MSC റോമോ എന്ന് പറയുന്ന ഷിപ്പ് നിലവിൽ ഒരു മദർ ഷിപ്പാണ്. ഇപ്പോൾ MSC പലോമോ മദർ ഷിപ്പാണ്. MSC ക്യാപ്ടൗൺ 3 എന്നൊരു ഫീഡർ വെസലാണ്. ഫീഡർ വെസലും മദർ ഷിപ്പുകളും വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് മത്സരം വെച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിന് പുറത്ത് ആങ്കറിങ്ങിൽ തന്നെയായിരിക്കും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാവട്ടെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഷിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഷിപ്പിന് നിലവിൽ നമ്മൾ ഈ സ്ഥിരം പറയുന്ന പോലെ സിംഗപ്പൂർ, മലേഷ്യ, നമ്മൾ ഈ കാണുന്ന മലാക്ക് കടലിലേക്ക് പിന്നിട്ട ശേഷം ആൻഡമാൻ നിക്കോബർ സീ വഴി ബേ ഓഫ് ബംഗാളിലേക്ക് കയറിയതിനു ശേഷം നമ്മൾ ഈ കാണുന്ന ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് ഈ ഷിപ്പ് ഇനി വരാൻ പോകുന്നത്. ഇനി നമുക്ക് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന അടുത്ത ഷിപ്പിന്റെ ഡീറ്റെയിലേക്ക് പോകാം. അടുത്ത് നമ്മൾ നോക്കുന്ന ഷിപ്പ് MSC അന്നയാണ്. MSC അന്നയുടെ കറണ്ട് സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഷിപ്പ് എവിടെയെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ ദുബായ് പോർട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC അന്ന വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് ഇനി MSC അന്നയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. ഷിപ്പ് മദർ ഷിപ്പാണോ ചെറിയ ഷിപ്പാണോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ സ്പീഡ് 18.4 നോട്ടിക്കൽ മൈൽ സ്പീഡും, ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം,
എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ ETA 23/9/2024 10:30. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് 14.7 മീറ്റർ ഡ്രാഫ്റ്റുമുള്ള ഷിപ്പാണ് MSC അന്ന. ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞമായതിനാൽ ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയാൽ 9777-204 ആണ് IMO നമ്പർ. ഫ്ലാഗ് ലൈബീരിയ. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 21/12/2016 ഷിപ്പ് തന്നെയാണ്. അതുമാത്രമല്ല ഷിപ്പിൻ്റെ ഓവറാൾ ലെന്ത് 399.9 മീറ്ററാണ്. ചിലപ്പോൾ ഈ ചെറിയൊരു വ്യത്യാസത്തിലാണ് 400 മീറ്റർ എന്നുള്ളത്. ബെർത്ത് 58.6 മീറ്ററും ഡെപ്ത് 30.5 മീറ്റർ. മാക്സിമം ഡ്രാഫ്റ്റ് 17.44. മാക്സിമം സ്പീഡ് 24 നോട്ടിക്കൽ മൈൽ സ്പീഡ്. മാക്സിമം കണ്ടെയ്നർ കപ്പാസിറ്റി 19,368 TEU കണ്ടെയ്നർ കപ്പാസിറ്റി. റീഫർ കണ്ടെയ്നർ 15,000 അല്ലെങ്കിൽ 1,500 TEU റീഫർ കണ്ടെയ്നർ ശേഷിയുമുള്ള MSC അന്നയാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് പ്ലേസ് ഇപ്പോഴും നമുക്കുള്ളത് MSC ക്ലൗഡ് ജെറാർഡ് തന്നെയാണ്. അത് സെക്കൻഡ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഷിപ്പ് MSC അന്ന തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതായത് MSC ക്ലൗഡ് ജെറാർഡിൻ്റെ അത്ര വലിപ്പമുള്ള ഷിപ്പ്. ഏതാണ്ട് കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഏതാണ്ട് 19,000 കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ തൊട്ട് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 19,368 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള MSC അന്ന ദുബായ് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം ഏത് പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവസാനമായി കയറിയ പോർട്ട് ജബൽ അലി എന്നാണ് നമുക്ക് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. അതിന് മുന്നേ കയറിയ പോർട്ട് നമുക്കിവിടെ ഖലീഫ പോർട്ടിൽ നിന്നും ജബൽ അലി പോർട്ടിലേക്ക് കയറി. ജബൽ അലി പോർട്ടിൽ നിന്നാണ് നമുക്ക് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് MSC അന്ന വന്നുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിനി പ്രതീക്ഷിച്ചിരിക്കുന്ന. ഈ ഷിപ്പ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ വളരെയധികം സന്തോഷം. കാരണം കൂടുതൽ വലിയ ഷിപ്പുകൾ വരുന്നതനുസരിച്ച് നമുക്ക് സന്തോഷം കൂടുക തന്നെ ചെയ്യും. നമ്മുടെ പോർട്ട് ഇപ്പോൾ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് തന്നെ ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. നമുക്കിനി സമയം കളയാതെ അടുത്ത ഷിപ്പിലേക്ക് പോകാം. അടുത്ത് നമ്മൾ നോക്കേണ്ടത് MSC പോളോ 2 എന്ന് പറയുന്ന കപ്പലിന്റെ കറണ്ട് സ്റ്റാറ്റസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ചട്ടോഗ്രാം പോർട്ടിൽ ബംഗ്ലാദേശ് ചട്ടോഗ്രാം പോർട്ടിൽ ഇപ്പോൾ നിലവിൽ ഷിപ്പ് ബെർത്തിങ്ങിലാണ്. നമുക്കിനി ഷിപ്പിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഷിപ്പിന്റെ ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂൾ നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന 23/9/2024 11 മണിക്ക് കൊളംബോ പോർട്ടിലും 25/9/2024 11:15 AM വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 9139-086 ഫ്ലാഗ് ലൈബീരിയ തന്നെയാണ്. ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 12/11/2002 നിർമ്മിച്ച ഷിപ്പാണ്. ഷിപ്പിന്റെ ഓവറോൾ ലെന്ത് 184 മീറ്ററും ബെർത്ത് 25 മീറ്റർ. മാക്സിമം ഡെപ്ത് 13 മീറ്റർ. മാക്സിമം ഡ്രാഫ്റ്റ് ആവട്ടെ 9.89. മാക്സിമം സ്പീഡ് 19 നോട്ടിക്കൽ മൈൽ സ്പീഡും 1726 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള ഫീഡർ ബസ്സിലാണ് MSC പോളോ 2 വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് 25-ാം തീയതി കൂടി എത്തും. അതായത് ഒരു മദർ ബസ്സിലും ഒരു ഫീഡർ ബസ്സിലും മത്സരം വെച്ച് വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇപ്പം ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ MSCയുടെ പല വലിപ്പത്തിലുള്ള ഷിപ്പുകൾ, മദർ ഷിപ്പുകളാവട്ടെ ഫീഡർ ബസ്സിലാവട്ടെ വിഴിഞ്ഞം ട്രാൻസ്പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഒഴുകുന്ന കാഴ്ച തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഷിപ്പുകളിലെ നിലവിൽ ഈ പറയുന്ന ചാർട്ടിൽ അല്ലെങ്കിൽ വരുന്ന സമയത്തിൽ ഈ പറയുന്ന പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന ഏത് വഴിയാന്നുള്ളതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ തന്നെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. അതുമാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറയുന്ന ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. കാരണം നിലവിൽ ഓരോരുത്തർക്കും അത് മനസ്സിലാവട്ടെ. എല്ലാവരും ഇത് ചെയ്യുന്നുണ്ട്. പലരായിട്ട് എന്നെ ഇൻഫോം ചെയ്യുന്നു ഈ കപ്പൽ ഇവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുത്ത കുറച്ച് പേരെങ്കിലും അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. മിക്കവരും ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന വീഡിയോ കാണുന്ന മിക്കവരും ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പലപ്പോഴായിട്ട് ഷിപ്പിൻ്റെ ഡീറ്റെയിൽ എനിക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇടുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂടെ തന്നെ ചാനൽ തന്നെയാണ്. പലർക്കും അറിയാവുന്നവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എല്ലാവരെയും ഒരേ ലെവലിലേക്ക് കാര്യങ്ങളിൽ അറിയിച്ച് കൊണ്ടുവരാനായിട്ട് വിഴിഞ്ഞം പോർട്ട് വഴി നമുക്ക് സാധിക്കുന്നു. നിലവിൽ ഈ ഷിപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല, വളരെ ഈസി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പലപ്പോഴായിട്ട് പലരും ട്രാക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഈ ചാനലിൽ തന്നെ ഷിപ്പ് പുതുതായിട്ട് വരുന്ന ഷിപ്പിൻ്റെ ഡീറ്റെയിൽ കൂടി എനിക്ക് തരുന്നുണ്ട്. ചിലപ്പോൾ ആ ഷിപ്പ് ഞാൻ കൂടി അറിയില്ല, അതവർ ഡീറ്റെയിൽ തരുന്നത് കൊണ്ട് തന്നെയാണ്. അതാണ് ഞാൻ പറയുന്നത്,
പല ലെവലിലുള്ള പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, അതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരുണ്ട്, എല്ലാവരും നമ്മുടെ ഈ ചാനലിലുണ്ട്. അത് കാരണം നമുക്ക് പലരിൽ നിന്നായിട്ട് പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.